ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ ചിക്കൻ റോസ്റ്റ് ട്രൈ ചെയ്താലോ. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് നല്ല രീതി ചിക്കൻ മിക്സ് ചെയ്ത് വെക്കാമേ. ആ മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇച്ചിരി വെള്ളം കൂടി ചേർത്ത്, ചിക്കനകത്ത് നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങില്ല, അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വേവിച്ച് വെക്കാവേ. അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി പിന്നെ ഒരുപാട് ടൈം എടുക്കില്ലേ വറ്റിച്ച് വരാൻ. ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ എണ്ണ ചൂടായിട്ട് കടുക് ഇടുമ്പം പെട്ടെന്ന് തന്നെ പൊട്ടി വരുവേ. അതിന് ശേഷം നമുക്ക് കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് പെരിഞ്ചീരകമേ. ഈ പെരിഞ്ചീരകം ഈ എണ്ണയിൽ തന്നെ പൊട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാവേ. അതും പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇപ്പോഴേ ഇടുമ്പോൾ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ മൂത്ത് നല്ലൊരു ഫ്ലേവറായിരിക്കും. അതിനകത്ത് 2-3 കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പച്ചമുളകൊക്കെ ഇല്ലേ, ഇതൊക്കെ ചതച്ചെടുത്തതാണ്. ഞാൻ ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ എണ്ണയിൽ തന്നെ അത് നല്ല രീതിയിൽ മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മളിതിനകത്ത് കൊച്ചുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. കൊച്ചുള്ളി നമുക്ക് പറക്കിയിട്ട് കൊടുക്കാവേ. ഇതാകുമ്പോൾ കൊച്ചുള്ളി ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. സവാള ഉള്ളിയേക്കാൾ റോസ്റ്റിനൊക്കെ ടേസ്റ്റ് കൂടുതൽ കൊച്ചുള്ളിയാണ്. നമുക്കതിനകത്ത് ഇച്ചിരി ഉപ്പ്, നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പിട്ടായിരുന്നു, അതനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടി ഐറ്റംസൊക്കെ എടുത്ത് വെക്കാവേ. നമുക്കപ്പോൾ ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടിയാണ്, ഇത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി, അതും 1 സ്പൂണും കുറച്ച് അര പോലും എടുത്തിട്ടില്ല, ഇച്ചിരിയും കൂടി എടുത്ത്. പിന്നെ നല്ല എരിവുള്ള മുളകാണ്, അത് 1 സ്പൂണേ എടുത്തിട്ടുള്ളേ. അതിനുശേഷം നമ്മുടെ ഗരം മസാല, അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടിയെ. എനിക്കറിയില്ല, വീട്ടിലൊക്കെ ഇട്ട് കണ്ട് എനിക്ക് ഉലുവാപ്പൊടി ഇടുന്നതിനോട് ഒരു പ്രത്യേകതരം താല്പര്യമല്ലാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവാപ്പൊടി ഇടുമ്പോൾ ഈ അരപ്പിനകത്തെല്ലാം പെട്ടെന്ന് പിടിക്കുകയെ. നമ്മളൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചതിന് ശേഷം ആ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഈ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കളർ ഇച്ചിരി കൂടി എണ്ണയ്ക്കകത്ത് ഈ പൊടികളൊക്കെ മൂക്കുമ്പോൾ കളർ ഇച്ചിരി നല്ല രീതിയിൽ തോന്നിക്കുവേ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു പച്ച മണം മാറി വരുന്ന കണക്ക് നല്ല രീതി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാമേ. എന്നിട്ട് കുറച്ച് തക്കാളി, പകുതി തക്കാളി എടുത്തിട്ടുള്ളത്, ഒരുപാട് പുളിയൊന്നും വേണ്ട. പിന്നെ ഇത് നമ്മൾ രാത്രിയിലത്തേക്ക് ഉണ്ടാക്കിയതാണ്, അടുത്ത ദിവസത്തേക്കാണ്. പിന്നെ ഞാൻ ആ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളമാണ് ഇതിനകത്ത് ഈ ഉള്ളിയൊക്കെ ഒന്ന് വേകാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചിക്കൻ്റെ വെള്ളം നമ്മൾ ഇതിനകത്ത് ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വരുവേ. ഈ ചിക്കൻ്റെ ഈ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ആ ടേസ്റ്റ് ഉള്ളിയിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചതിന് ശേഷം ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് മാത്രമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോവും, ചിലരുടെ അത് ഓവർ കുക്ക്ഡ് ആയിക്കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവേ. ഞാൻ മിനിമം ഒരു ഇതിലാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണമല്ലോ, അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഈ അരപ്പെല്ലായിടത്തും ആക്കി കൊടുക്കാവേ. ഞാനിത് വിറകടുപ്പിലാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് റെഡിയായും ചെയ്യും, വേറൊരു ടേസ്റ്റാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വന്നപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കറിവേപ്പില ഇടുന്നതെന്ന് വെച്ച് വേറൊന്നുമല്ല, ഈ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ എപ്പോഴും ഒന്ന് നിൽക്കും, ഒരു മണവും ഒക്കെ ആയിട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഉണ്ടെങ്കിലും നമുക്കത് നല്ല രീതിയിൽ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കഴിച്ചതിന് ശേഷം നമുക്ക് നാളത്തേക്കും എടുത്ത് വെക്കാവേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഉപ്പൊക്കെ നോക്കി, എനിക്കൊരുവിധം എരിയും എല്ലാം സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എരി കുറവാണെങ്കിൽ കുരുമുളക് പൊടി കൂടി ഇപ്പോൾ തൂവി കൊടുക്കാവേ. അപ്പോൾ എന്നിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മളുടെ ചിക്കൻ റോസ്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച്, അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു, അത്യാവശ്യം നല്ല സോഫ്റ്റും ആയിരുന്നു. ചിക്കൻ പീസൊക്കെ നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, കഴിക്കാനും ഒക്കെ നല്ല രുചിയുണ്ടായിരുന്നു. ആ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ മൂത്ത തേങ്ങാക്കൊത്തൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.